ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവ കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് UAE. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിനെക്കുറിച്ച് ഗോത്ര സമൂഹങ്ങളിൽ നിന്ന് പഠിക്കാൻ സമൂഹത്തിന് കഴിയണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മധ്യപ്രദേശിലെ ബേതൂലിൽ ആദിവാസി സമൂഹങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സാമൂഹിക ഉത്തരവാദിത്ത ബോധത്തോടെ ഒരു വ്യക്തി തന്റെ പ്രവർത്തന മേഖലയിൽ സജീവമാകുമ്പോഴാണ് യഥാർത്ഥ ശാക്തീകരണം സംഭവിക്കുന്നത് എന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടക്കുന്ന വിവാടെക് 2026 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യ കൈവരിച്ച ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും ആണവോർജ്ജത്തിലും കൈവരിച്ച നേട്ടങ്ങളിലൂടെ മനുഷ്യന്റെ കഴിവുകളുടെ അതിരുകൾ ഇന്ത്യ വ്യാപിപ്പിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. In the last decade, India has been going through a rapid transformation that is powered by technology. From creating the world's largest digital identity system to the world's largest digital payment platforms. We are using technology at a massive scale for financial inclusion, education, telemedicine, agriculture. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ മാസം 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ പ്രക്രിയയിൽ സമഗ്രത, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുമെന്നും യോഗത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. NTA ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ സംസ്ഥാനങ്ങളിലുടനീളം വിന്യസിക്കുമെന്ന് ശ്രീ പ്രധാൻ പറഞ്ഞു. നീറ്റ് UG പരീക്ഷയ്ക്ക് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിദ്യാർത്ഥികൾ ശാന്തരായിരിക്കണമെന്നും തങ്ങളുടെ തയ്യാറെടുപ്പുകളിൽ വിശ്വാസമർപ്പിക്കണമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിദ്യാർത്ഥികൾക്ക് മാനസികാരോഗ്യ പിന്തുണയ്ക്കായി 14416 എന്ന നമ്പറിൽ മാനസ് ഹെൽപ്പ് ലൈൻ ലഭ്യമാണ്. പരീക്ഷയിൽ ക്രമക്കേടുകൾ നടത്താനുള്ള ഏത് ശ്രമത്തെയും കർശനമായി നേരിടുമെന്ന് NTA വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തെ ഇന്ത്യയുടെ മാറ്റത്തിന്റെ ചരിത്രം എന്നത് രാജ്യത്തെ യുവജനങ്ങളുടെ കൂടി ചരിത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എഴുതിയ ലേഖനം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ, നൈപുണ്യ വികസനം, നൂതനാശയങ്ങൾ, സംരംഭകത്വം എന്നിവയിലുണ്ടായ അഭൂതപൂർവമായ നിക്ഷേപങ്ങൾ അമൃത തലമുറയ്ക്ക് തങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാൻ അവസരമൊരുക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23ാമത് ഗഡു ശനിയാഴ്ച പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലുള്ള താരകേശ്വറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 9.44 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപ നേരിട്ട് കൈമാറുമെന്ന് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ R ശ്രീധറിനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തും സയൻസ് കമ്മ്യൂണിക്കേഷൻ മേഖലയിലും അദ്ദേഹം നൽകിയ സംഭാവനകളെ മുൻനിർത്തിയായിരുന്നു ആദരിക്കൽ. ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ
ജെയിൻ ഡോക്ടർ ആർ ശ്രീധരനെ ഇന്ത്യൻ പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027ന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് se.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ശബരിമല സ്വർണ്ണ അപഹരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ശശിധരൻ നേരിട്ടെത്തി മുദ്രവെച്ച കവറിലാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് സംഘം അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ചില പ്രമുഖ ആശുപത്രികളും ED പരിശോധന നടത്തുന്നുണ്ട്. അവയവക്കടത്തുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, സംശയാസ്പദമായ ബാങ്ക് അക്കൌണ്ടുകൾ, ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകൾ എന്നിവയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. വീണയെ ED വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി വീണ്ടും സമൻസ് അയക്കും. കൃത്യമായ രേഖകൾ ഹാജരാക്കാത്തതും മറുപടികൾ തൃപ്തികരമല്ലാത്തതുമാണ് ED നീക്കത്തിന് പിന്നിൽ. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ഇതുവരെ 63 ലക്ഷത്തിലധികം പേരെ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയിലൂടെ ഔദ്യോഗിക തൊഴിൽ മേഖലയുടെ ഭാഗമാക്കാൻ സാധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിൽ 30% പേർ സ്ത്രീകളാണ്. പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ച സ്ഥാപനങ്ങളിൽ 80%-ലധികവും 25-ൽ താഴെ തൊഴിലാളികളുള്ള ചെറുകിട സംരംഭങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാളത്തെ ചടങ്ങിൽ 15 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ആനുകൂല്യങ്ങൾ നേരിട്ട് കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചു. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയത്ത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടിയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ്, MLA-മാരായ രാജീവ് ചന്ദ്രശേഖർ, V. മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് UAE. സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 15 വയസ്സായി നിജപ്പെടുത്തുന്ന പുതിയ നിയന്ത്രണത്തിന് UAE മന്ത്രിസഭ അംഗീകാരം നൽകി. കുട്ടികൾക്ക് സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ആരംഭിക്കാനോ പ്രവർത്തിപ്പിക്കാനോ അനുമതിയുണ്ടായിരിക്കില്ല. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും, രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് UAE. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും, സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.